കേന്ദ്ര ബജറ്റ് വെറും ബജറ്റ് അവതരണം മാത്രമായി കണ്ടിരിക്കാനേ കേരളത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ. കേരളം എന്ന സംസ്ഥാനത്തെ മനഃപൂർവ്വം പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നു മോദി സർക്കാർ. പിന്നാലെ അർഹമായ വിഹിതം കിട്ടാൻ പിന്നോക്ക സംസ്ഥാനമെന്ന് സ്വയം പ്രഖ്യാപിക്കണമെന്നാണ് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത്. കേരളത്തെ ഏത് വിധത്തിലും ദ്രോഹിക്കണമെന്ന നിലപാടിലാണ് BJPയും സംഘപരിവാറും ഉള്ളത്. എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യമായി കാണേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റിൽ കേരളം എന്നൊരു വാക്കുപോലും ഉപയോഗിച്ചിട്ടില്ല. ഈ നാട് ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് തന്നെ സംശയം ജനിപ്പിക്കുന്ന സമീപനം തന്നെയായിരുന്നു കേന്ദ്രത്തിൻ്റെത്. എന്നാലോ കേരള ബജറ്റ് പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാക്കി തീർക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. LDF സർക്കാർ കേരളത്തിന്റെ ഗ്യാരണ്ടി തന്നെയാണ്. അതിസമ്പന്നന്മാരോടുള്ള വിധേയത്വം പ്രകടമാക്കിക്കൊണ്ട് തന്നെ കേന്ദ്രം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ സമഗ്ര വികസനം മാത്രം ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു കേരള ബജറ്റ്. എല്ലാ മേഖലകൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നത് തന്നെയായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. PWD റോഡുകൾക്ക് വേണ്ടി 3061 കോടി രൂപ മുതൽ നിരവധി പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാടിന് വേണ്ടി പ്രത്യേക സഹായമായി കേന്ദ്രത്തോട് ചോദിച്ചത് 1500 കോടിയായിരുന്നു. എന്നാൽ ആ അപേക്ഷ കണ്ടതായി പോലും ഭാവിച്ചില്ല കേന്ദ്രം. മറുപടിയില്ലെങ്കിലും ദുരന്തത്തിൽ കേന്ദ്രത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചിരുന്നു. ബജറ്റിലും പൂർണ്ണ അവഗണന മാത്രമായിരുന്നു പക്ഷേ ഫലം. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നത്. വയനാടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ധനഞെരുക്കത്തിന്റെ പല ഘട്ടങ്ങളിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതെ തന്നെ മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിച്ചിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് സഹായങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ലെങ്കിലും വയനാടിന്റെ പുനരധിവാസം അടക്കം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നാണ് ബജറ്റിൽ നിന്ന് വ്യക്തമാവുന്നത്. 1.5 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, വർദ്ധിച്ചു വരുന്ന അസമത്വം, ദാരിദ്ര്യം, സമ്പാദ്യ നിരക്കിലെ ഇടിവ്, പൊതു സ്വകാര്യ നിക്ഷേപത്തിലെ കുറവ് തുടങ്ങി സമ്പദ് മേഖല നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ കേന്ദ്ര ബജറ്റ് പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോൾ ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ക്ഷേമ ആശ്വാസങ്ങൾക്കും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനത്തിനും ബജറ്റ് ഒരുപോലെ ഊന്നൽ നൽകുന്നവയാണ്. ജനജീവിതത്തെ ഞെരുക്കാതെ വിഭവ സമാഹരണം നടത്തുന്നു. വിഭവ സമാഹരണത്തിനായി പുതിയ മേഖലകൾ കണ്ടെത്തി കഴിഞ്ഞു. അർഹതപ്പെട്ടത് കേന്ദ്രം തരാതിരിക്കുന്ന സാഹചര്യത്തിലും ജനജീവിതവും നാടിന്റെ വികസനവും ഉപേക്ഷിക്കപ്പെടില്ല എന്നത് ഉറപ്പുവരുത്തുകയാണ് 2025-26 വർഷത്തെ ബജറ്റ്. കേരളം എന്ന വാക്ക് തന്നെ മറന്ന കേന്ദ്ര ബജറ്റിന് വിപരീതമായി എല്ലാ ജില്ലകൾക്കും വേണ്ടത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ബജറ്റായിരുന്നു ഇത്തവണത്തേത്. നവകേരള നിർമ്മിതിക്കും വിജ്ഞാന സമ്പദ്ഘടനാ വികസനത്തിനും അടിസ്ഥാന വികസന വിപുലീകരണത്തിനും പുതുതലമുറയുടെ ഭാവി ഭദ്രമാക്കലിനും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ബജറ്റ് പ്രത്യേക ശ്രദ്ധ വെച്ചിരുന്നു. ബജറ്റിൽ കേരളത്തിലെ 3 പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിൽ മെട്രോപൊളിറ്റൻ പ്ലാനാണുള്ളത്. കൊല്ലത്തും കണ്ണൂരിലും കൊട്ടാരക്കരയിലും IT പാർക്കുകൾ സജ്ജമാകും. കൊല്ലത്തിന് വേണ്ടി ഏറ്റവും സുപ്രധാന തീരുമാനമായ വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ, ത്രികോണ ഇടനാഴി മുതൽ 2 IT പാർക്കുകൾ വരെ ബജറ്റിലുണ്ട്. ഭക്ഷ്യ പാർക്കിനായി 5 കോടിയും ശാസ്താംകോട്ടയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ 1 കോടിയുമാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ ജില്ലയ്ക്കും ആവശ്യമായ കാര്യങ്ങൾ അറിഞ്ഞാണ് സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട് പുനരധിവാസത്തിലും വന്യജീവി പ്രശ്നം പരിഹരിക്കാനും പ്രത്യേക സഹായം പോലും പ്രഖ്യാപിക്കാതെ കൊടിയ ക്രൂരത കേരളത്തോട് കാട്ടിയപ്പോൾ കേന്ദ്ര ധനസഹായം ലഭിച്ചില്ലെങ്കിലും പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നാണ് ബജറ്റ് വ്യക്തമാക്കുന്നത്. ഈ പ്രഖ്യാപനത്തിൽ ആദ്യ ഗഡുവായി 750 കോടി രൂപയാണ് വയനാടിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി 10,431.73 കോടി, കുടുംബശ്രീക്കായി 270 കോടി, കരകൗശല മേഖലയ്ക്ക് 4.1 കോടി, ഹോം പദ്ധതിക്കായി 5 കോടി, ട്രാൻസ്ജെൻഡർക്കുള്ള മഴവിൽ പദ്ധതിക്ക് 5.5 കോടി, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 401 കോടി, സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് 109 കോടി, നോർക്കയ്ക്ക് 101 കോടി, വയനാട് തുരങ്കപാതയ്ക്ക് 2134 കോടി, കായിക യുവജന വികസനത്തിന് 145.39 കോടി, KCBക്ക് 1088 കോടി, കേര പദ്ധതിക്ക് 100 കോടി, വയോജന പരിപാലനത്തിന് 50 കോടി, സൈബർ ആക്രമണങ്ങൾ തടയാൻ 2 കോടി,
ഇത്തരത്തിൽ കേരളത്തെ ഇഴമുറിച്ചു പരിശോധിച്ചാണ് ഓരോ പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓരോ ബജറ്റും അത് അവതരിപ്പിക്കുന്ന കാലത്തിന്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല, രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായ ജീവിതത്തെയും അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതിലേക്കുള്ള ശുഭപ്രതീക്ഷയാണ് കേരളത്തിലെ ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി ബജറ്റ് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ജനങ്ങൾ സർക്കാരിൽ അർപ്പിച്ച വിശ്വാസം തന്നെയാണ് പൂർണ്ണമാകുന്നത്.